നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടുമ്പോൾ, നമ്മുടെ ബിസിനസ്സിന് നമ്മൾ പേരിടുമ്പോൾ അർത്ഥശൂന്യമായിട്ടുള്ള പേരുകൾ ഇടരുത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നല്ല ബിസിനസ് തുടങ്ങിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കടയുടെ പേരിട്ടത് സിക്സ് സാഗ് എന്നാണ്. സിക്സ് സാഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു വളഞ്ഞാണ്. കുറച്ച് നാൾ കഴിയുമ്പം കടയും വളഞ്ഞതായി ക്ലോസായി. അപ്പം നമ്മൾ ഇടുന്ന പേരുകൾ നല്ലതായിരിക്കണം. അതൊരു സംഘടനയുടെ ആകാം, മക്കളുടേതാകാം. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ എബ്രായ പദം കണ്ടുപിടിച്ച് അതിന് ഇടണം, ഇല്ലേ, ഹെബ്രോൻ അല്ലെങ്കിൽ ബഥേൽ, അല്ലേ, ഇതൊന്നും ഇടണമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ മലയാളം എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഇംഗ്ലീഷ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ സംസ്കൃതം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അർത്ഥമുള്ള പേരുകൾ ഇടുക. ഇസ്ഹാക്ക് എന്നുള്ള പേരിൻ്റെ അർത്ഥം ചിരി. ദൈവം 120 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന് പറഞ്ഞിരുന്നത്. അത് നോഹയുടെ സമയത്ത് പറഞ്ഞാൽ, ഇനി ഞാൻ മനുഷ്യൻ്റെ സീൽ ചെയ്യാൻ പോകണം, 120 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കും. എന്നാൽ ചില വിശുദ്ധന്മാർ അതും ബ്രേക്ക് ചെയ്തു. ദൈവം ഇട്ട സീലിംഗ് വരെ ബ്രേക്ക് ചെയ്തു. എന്താ കാര്യം? ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അവരിലുണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ തേജസ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ദൈവമിട്ട സീലിംഗ് പോലും തകർത്തിട്ട് അതിൽ കൂടുതൽ ജീവിച്ചു. പറഞ്ഞത് മനസ്സിലായോ? ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തെക്കാൾ കൂടുതൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. അബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചിരുന്നു. യാക്കോബ് 147 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അബ്രഹാമിൻ്റെയും അതിൽ ഭേദിച്ചുകൊണ്ട് ഇസാക്ക് ജീവിച്ചു 180 വയസ്സ് വരെ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അപ്പൻ ചെയ്തതിനേക്കാൾ, നിങ്ങളുടെ വല്യപ്പച്ചൻ ചെയ്തതിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം സഹോദരൻ ചെയ്തതിനേക്കാളും അല്ല, നിങ്ങളുടെ പാസ്റ്റർ ചെയ്തതിനേക്കാളും അഹങ്കാരത്തിലല്ല, ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അബ്രഹാമിനേക്കാൾ കൂടുതൽ ദൈവമിട്ട സീലിങ്ങിനെ അബ്രഹാം ബ്രേക്ക് ചെയ്തെങ്കിൽ അബ്രഹാമിനേക്കാളും കൂടുതൽ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു.